പഴയ കാലത്തൊക്കെ നാട്ടിൽ ആരെങ്കിലും ഒരറവ് നടത്തിയാൽ വാങ്ങാൻ പോകുന്നവർ മുഴുവനും ചോദിക്കും, ആരാ അർത്ഥത് ചോദിക്കൂലേ? അങ്ങനത്തെ ചോദ്യം കേൾക്കാണ്ടെങ്കിൽ പഴയ കാലത്തൊക്കെ ചോദിക്കും, ആരാ അർത്ഥ ചോദിക്കും. പോത്തിങ്ങനെ റെഡിയായി കിടക്ക, ആരാ അർത്ഥം അറിയില്ലേ? എന്നാ തൽക്കാലം ഇന്ന് പച്ചക്കറി ആക്കാം, തിരിച്ചു പോകും. അവരെ ഈമാൻ നമ്മളത്ര ABCDയും വിദ്യാഭ്യാസവും ഭാഷാ വൈപുല്യം അവർക്കില്ല. പക്ഷെ അവർക്ക് കറകളഞ്ഞ ഈമാനും ഇഖ്ലാസും ഉണ്ട്. അതിന്റെ മേൽവിലാസത്തിലാണ് ആ ചോദ്യം. തീർത്തും ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്, എന്റെ മക്കൾ ഭക്ഷിക്കുന്നത്, എന്റെ കുടുംബം ഭക്ഷിക്കുന്നത് ആ രീതിയിൽ തീർത്തും ശരിയാകണം. അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടതാണ്. മക്കളെ മാത്രം കുറ്റം പറയുന്നിടത്ത് ഞാനൊരു നിലക്കും സപ്പോർട്ട് നിൽക്കാൻ ആളല്ല. അങ്ങനെ പറയും പലരും, ഉസ്താദേ നമ്മൾ എത്ര അധ്വാനിച്ചു കൊടുത്താലും നമ്മൾ എത്ര ഉണ്ടായി കൊടുത്താലും കുട്ടികളങ്ങനെ നന്നാകുന്നില്ല. ആദ്യമായിട്ട് ഈ പടി ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു നിലക്കും പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണാൻ കൊടുക്കുന്നത്, ഭക്ഷിക്കാൻ കൊടുക്കുന്നത് ലെവലാകണം. എങ്കിലേ നല്ല രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ നന്നായി കിട്ടുകയുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധരായ മഹാന്മാർ ആരാണ്? അംബിയ മുർസലുകളല്ലേ ഏറ്റവും മഹത്വമുള്ളവർ. മുർസലുകൾക്കല്ലേ അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുള്ളത്. അവരെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഉപദേശം കണ്ടില്ലേ? യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. മുർസലീങ്ങളെ, നമ്മൾ തന്നത് മുഴുവനും നിങ്ങൾ ഭക്ഷിക്കരുത്. ഹലാലിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾ ഭക്ഷിക്കണം. വഅമലൂ സ്വാലിഹാ, സുകൃതങ്ങൾ പ്രവർത്തിക്കണം. നല്ല പ്രവർത്തനങ്ങൾ വരണോ? നല്ലത് ഭക്ഷിച്ചെങ്കിലേ വരൂ, അല്ലെങ്കിൽ നല്ല പ്രവർത്തനം വരൂല. നല്ല അനുസരണവും നല്ല ബുദ്ധിയും നല്ല ശുദ്ധിയും നല്ല മികവും കിട്ടുകയില്ല. ഇതേ അഭ്യർത്ഥന വിശ്വാസികളായ നമ്മോടും അല്ലാഹു നടത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. മുഅ്മിനീങ്ങളെ, നാം നൽകിയതിൽ നിന്ന് ഹലാലിൽ നിന്ന് മാത്രം ഭക്ഷിക്കുക. എന്നിട്ട് അല്ലാഹുവിന് നിങ്ങൾ ശുക്ർ ചെയ്യുക. അല്ലാഹുവിന് യഥാർത്ഥ ശുക്ർ ചെയ്യുന്ന ആളായി കിട്ടണമോ? ഭക്ഷിക്കുന്നത് തീർത്തും അല്ലാഹു തൃപ്തിപ്പെടുന്ന രീതിയിലാകണം. അല്ലാത്തതൊന്നും ഭക്ഷിക്കരുത്.